ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇപ്പം നിങ്ങൾ മോട്ടർ കണ്ടപ്പോൾ തന്നെ ഏകദേശം മോട്ടർ കൊണ്ടൊക്കെ ഉള്ളൊരു പരിപാടിയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിപ്പോൾ എന്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനാണ് മോട്ടർ കറങ്ങുന്നത്. മോട്ടറിൻ്റെ ഫ്രണ്ട് കാണുന്നില്ല, ടാപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ കൂടെ ഇതിലൊരു വയർ വരുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഈ സ്വിച്ചിൻ്റെയാണ്. അതായത് ഇവിടുത്തെ ആക്സിലേറ്റർ കൊടുക്കുന്ന ത്രോട്ടിലൊക്കെ ആ സ്വിച്ചിൻ്റെ വയറാണ്. അതുകൊണ്ട് ഇവിടെ പോയി മോട്ടറിൻ്റെ വയറിലോട്ട് കയറി ഇതിലൊരു വയർ പുറത്തോട്ട് പോകുന്നുണ്ട്. അതായത് ഇത് നമ്മൾ ബാറ്ററി ഒക്കെ ഇത് വലിയ ബോക്സാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ. 12 വോൾട്ട് ഔട്ട്പുട്ട് അവിടുന്ന് ഇൻപുട്ട് കൊടുത്തിട്ടാണ് ഇതിൽ കയറിയിരിക്കുകയൊക്കെ ചെയ്യുക. നമ്മളത് ഒരു വണ്ടിയാക്കാനുള്ള ഒരു പ്ലാനാണ്. ഇത് കൈ വെച്ച് കാല ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടും. നല്ല വലിപ്പമുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഒരു ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മോട്ടോർ സിസ്റ്റം ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ ഫ്രണ്ട് ഇവിടെ ആക്കും, ഈ ഒരു ഭാഗത്താക്കണം, ഈ ഒരു ഭാഗത്താക്കണം. ഇതിപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ഈ ഒരു ജിമ്മൊക്കെ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. നമ്മുടെ സൈഡിൽ നമ്മുടെ ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ട്. നമ്മളെ റബ്ബർ ബാൻഡ് പൊട്ടി കേട്ടോ. നമുക്കൊന്നും കൂടെ ഒന്ന് കൂട്ടിക്കെട്ടാം. നമ്മൾ റബ്ബർ ബാൻഡ് ആയി മെട്ടിച്ചിട്ടുണ്ട്. നമുക്ക് വേറെ റബ്ബർ നോക്കാം. റബ്ബർ നോക്കിയിട്ട് കണ്ടില്ല. നമുക്ക് ഞാൻ ഇതിൻ്റെ മോട്ടോറിൻ്റെ ഉള്ളിലോട്ട് ഞാൻ കാണിച്ചു തരാം. ക്ലിയറില്ലേ? ഇപ്പം നമുക്ക് ചെറുതായിട്ട് കാണാം. ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കാണിച്ചു തരാം. എന്നിട്ട് ഇപ്പം നമ്മൾ ഉള്ളൊന്ന് വണ്ടിയായിട്ട് ഇതാക്കുന്ന കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെ ഒരു ചെറിയൊരു LED ബൾബ്, അതായത് ഞാൻ കാണിച്ചു തരാം. അതായത് ഈ റൗണ്ടിലുള്ള LED ഇത് നേരെ ഇവിടെ ഫിറ്റ് ചെയ്യാനാണ്. പിന്നെ ഒരു ബ്രഷാണ് നമ്മളൊരു മെഷീൻ, അതായത് മെഷീൻ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു മോട്ടർ കൊണ്ട് നമ്മളെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വൃത്തിയാക്കാൻ ഒരു സംഭവം ഉണ്ടാക്കിയിരുന്നു. അതിപ്പോൾ നമ്മൾ അയച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ വയറൊക്കെ വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കാനിപ്പോൾ സാധ്യമല്ല. ഇതിങ്ങനെ കണക്ട് ചെയ്യുക. ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇവിടുത്തെ ഈ ഒരു സ്വിച്ചാണ് നമ്മൾ ഇളക്കിയിട്ട് അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്വിച്ച് ഓണാക്കാതെ നമ്മുടെ ഈ ഒരു മോട്ടർ കറങ്ങില്ല. ഇത് നമുക്ക് ശരിക്കും വൈപ്പറിനാണ് നമ്മൾ ഇതാക്കിയത്. പക്ഷേ ഇതാണ് നമ്മുടെ അടുത്തുള്ള ഏറ്റവും കൂടി പവറുള്ള മോട്ടർ. അപ്പം ഈ ഒരു മോട്ടർ അവിടെ ഗിയർ സിസ്റ്റായിട്ട്
ബെസ്റ്റായിട്ട് ഉപയോഗിക്കാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി മൂവ് ആവണം. ഇതേപോലെ പിന്നെ ഇവിടെ വൈപ്പറിന് വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ വൈപ്പർ നമുക്കൊരു ചെറിയൊരു രസത്തിന് ഇവിടെ ഗ്ലാസ് ഒന്നുമില്ല, അപ്പോൾ വൈപ്പർ ചെറിയൊരു രസത്തിന് വെക്കുന്നതെന്നുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ ജസ്റ്റ് ഇതാ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇത്രയും കട്ട് ചെയ്യണമെന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് വെക്കണമെന്നുണ്ട്. പിന്നെ എന്നിട്ട് ഇവിടെ നിന്നൊരു കമ്പി ഹൈറ്റിലോട്ട് ഏതൊരു വണ്ടീൻ്റെ ഒരു രൂപമാക്കി കൊണ്ടുവരണമെന്ന് നല്ലൊരാഗ്രഹമുണ്ട്. പിന്നെ ഈ ഒരു ഇതാണ് നമ്മൾ വൈപ്പർ മോട്ടറിനായിട്ട് എടുക്കുന്നത്. വൈപ്പർ മോട്ടർ നമുക്ക് അത്യാവശ്യം നല്ല വില ഉണ്ടെന്ന് തോന്നുന്നു. 600 രൂപേൻ്റെ എന്തായാലും 300 രൂപേൻ്റെ മുകളിലാണെന്നാണ് തോന്നുന്നത്. ഞാൻ നോക്കിയിട്ടില്ല വില. പിന്നെ നമ്മളൊരു സോൾഡറിങ് ക്യാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു സോൾഡറിങ് ക്യാൻ നമ്മുടെ തൊട്ട് പോയി. ഇതിൻ്റെ കേബിൾ ഞാൻ വേറൊരു ആവശ്യത്തിന് എടുത്തു. കേബിളിനൊന്നുമല്ല കുഴപ്പം. സത്യം പറഞ്ഞാൽ ഈ ഒരു കോയിലിൻ്റെ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണക്ഷൻ വിട്ടതാണ്. ഇവിടെ നിന്ന് കണക്ഷൻ വിട്ടപ്പം സോൾഡർ കമ്പനിയല്ല, ഹൈറൽ അങ്ങനെ എന്തോ ഒരു കമ്പനിയാണെന്ന് തോന്നുന്നത്. അങ്ങനെ എന്തോ ഒരു കമ്പനിയാണ്. എനിക്കിപ്പോൾ പറയാൻ വന്നത് ഈ ബിറ്റ് ഇടുന്ന കൊടുത്തതാ ഈ ബിറ്റ് ഇങ്ങനെ ഊരിപ്പോരും. അപ്പോൾ നമ്മൾ സോൾഡർ ഞാൻ ഓർഡർ ചെയ്തത് ഇതേ ടൈപ്പാണ്, പക്ഷേ കളർ ഇതല്ല, നീലയാണ്. പക്ഷേ ഈ സോൾഡർ ക്യാൻ നല്ലതാട്ടോ ഗൈസ്. ഇതൊരിക്കലും ചീത്ത സോൾഡർ ക്യാനാണ് ഞാൻ പറയില്ല. സോൾഡർ കമ്പനിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള. കണ്ട ഇതിൻ്റെ ഈ ഒരു ബിറ്റിടുന്ന ഈ ഒരു ഭാഗം മാത്രം പൊടിഞ്ഞു പോയി. അത് ഇതിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെയാണ്. കാരണം ഇത് പ്ലാസ്റ്റിക്കിൽ കുത്തി ഓട്ടാക്കിയിട്ടാണ് ഗൈസ്. കണ്ട അപ്പം ഈ ഒരു അവസ്ഥയാണ് പെട്ടി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സ്വിച്ച്, അതായത് വണ്ടി ഓണാക്കാനുള്ള സ്വിച്ചൊക്കെ നമുക്ക് അവിടെ വെക്കണം എന്ന തീരുമാനം. അല്ലെങ്കിൽ സൈഡിൻ്റെ എവിടെയെങ്കിലൊക്കെ നമുക്ക് വെക്കാം. അല്ലെങ്കിൽ ഇതാ അവിടെ ഇതിൻ്റെ ഒരു നെട്ടാണ്, സ്ക്രൂ ആണ്. ഇതൊക്കെ എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെയെന്ന് വെച്ചാൽ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ജലദോഷമുണ്ട് ചെറുതായിട്ട്. ഈ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇത് അവസാനിപ്പിക്കുക പറയുമ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ വീഡിയോ ഇനി വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക. കാരണം ഇത് ഒരു അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയട്ടെ. പിന്നെ എന്താ പറയാനുള്ളത്, ഇതിന് എന്തായാലും ഒരു നല്ല ഒരു 1.5 മീറ്ററോളം ഇത് നീളമുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഇവിടെ നിന്ന് 1.25 മീറ്റർ ഇവിടെ നിന്ന് വീതിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് 1 മീറ്റർ വീതിയും 2 മീറ്റർ നീളമാണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് അറിയില്ല ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അതിനൊക്കെ. പിന്നെ ഹെഡ്ലൈറ്റൊക്കെ വെക്കുമ്പോൾ നല്ല ഡിമ്മൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതൊക്കെ നമ്മൾ സെറ്റാക്കും. അപ്പം എല്ലാവർക്കും ബൈ ഗൈസ്. അതേപോലെ പാർട്ട് 2 വരുന്നതാണ് കേട്ടോ ഗൈസ്. അപ്പം എല്ലാവർക്കും ബൈ.